We have done a lot of works dealing with the African culture and Western lifestyle. Here also we are discussing such a topic, No Longer at Ease by Chinua Achebe. Chinua Achebe is a famous African writer and we have already done Things Fall Apart. His famous novel, Things Fall Apart. Things Fall Apart എന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആൻഡ് ദിസ് ഈസ് ദി സെക്കൻഡ് നോവൽ ആൻഡ് ദി സെക്കൻഡ് വർക്ക് ദാറ്റ് ബിലോങ്സ് ഇൻ ദ ആഫ്രിക്കൻ ട്രിലോജി. ട്രിലോജി എന്ന് പറയുന്നത് 3 കൃതികളാണ്. ഒരേ സെറ്റിങ്ങിലുള്ള ഒരേ തീമിൽ വരുന്ന 3 നോവലുകളെയാണ് ട്രിലോജി എന്നറിയപ്പെടുന്നത്, ആഫ്രിക്കൻ ട്രിലോജി എന്നറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ ട്രിലോജി എന്നറിയപ്പെടുന്നത്. ആ 3 കൃതികളിലെ സെക്കൻഡ് നോവലാണ് നോ ലോങ്ങർ അറ്റ് ഈസ്. നമ്മൾ നേരത്തെ ചെയ്ത തിങ്സ് ഫോൾ അപ്പാർട്ടാണ് ഫസ്റ്റ് നോവൽ. സെക്കൻഡ് നോവൽ നോ ലോങ്ങർ അറ്റ് ഈസ്. തേർഡ് നോവൽ ആരോ ഓഫ് ഗോഡ്. ഈ 3 നോവലുകളാണ് ആഫ്രിക്കൻ ട്രിലോജി എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ദിസ് നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ 1960. 1960 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ഇഗ്ബോ ഒക്കെൻഹോ who leaves his village for education in Britain and then a job in the colonial Nigeria civil service. ഇതിൽ ഇഗ്ബോ ഒക്കെൻഹോ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അദ്ദേഹം നമ്മുടെ ഓബി ഒക്കെൻഹോ എന്ന കഥാപാത്രത്തിൻ്റെ ഗ്രാൻഡ്സൺ ആണ്. തിങ്സ് ഫോൾ അപ്പാർട്ടിലെ ഓബി ഒക്കെൻഹോയുടെ ഗ്രാൻഡ്സൺ ആണ് ഇഗ്ബോ ഒക്കെൻഹോ. ആൻഡ് ഹി ലീവ്സ് ഹിസ് വില്ലേജ് ഫോർ എഡ്യൂക്കേഷൻ ടു ബ്രിട്ടനിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു. ആ വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ ഹി വിൽ ഗെറ്റ് എ ജോബ് ഇൻ ദ കൊളോണിയൽ നൈജീരിയ സിവിൽ സർവീസ്. ആ ഒരു നൈജീരിയ സിവിൽ സർവീസിൽ അദ്ദേഹത്തിനൊരു ജോലി കിട്ടും എന്ന ഒരു പ്രതീക്ഷയിൽ ബ്രിട്ടനിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നു. ആൻഡ് ഹീ ഈസ് കോൺഫ്ലിക്റ്റഡ് ബിറ്റ്വീൻ ഹിസ് ആഫ്രിക്കൻ കൾച്ചർ ആൻഡ് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് എൻഡ്സ് അപ്പ് ടേക്കിംഗ് എ ബ്രൈഡ്. അവിടെ എത്തുന്ന അദ്ദേഹത്തിന് വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതായത് ഒരു ആഫ്രിക്കൻ എന്ന നിലയിൽ ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലുമായിട്ട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊപ്പിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹി എൻഡ്സ് അപ്പ് ടേക്കിംഗ് എ ബ്രൈബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെ താറുമാറാക്കുന്ന ഒരു അഴിമതി കേസിൽ അദ്ദേഹം പെട്ടുപോകുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞു ഈ നോവൽ സെക്കൻഡ് നോവലാണ്. And the title No Longer at Ease was taken from the closing lines of Journey of the Magi by T.S. Eliot. ഇത് No Longer at Ease, ഒരിക്കലും എളുപ്പത്തിലാകില്ല എന്നാണ് ടൈറ്റിലിൻ്റെ ആ ഒരു മീനിങ്. ആ ഒരു ടൈറ്റിൽ No Longer at Ease എന്ന ഈ ടൈറ്റിൽ എടുത്തിരിക്കുന്നത് T.S. Eliotൻ്റെ The Journey of the Magi എന്ന നോവലിൽ നിന്നാണ്. No Longer at Ease എന്നത് ഒന്നും എളുപ്പത്തിലാകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു ടൈറ്റിൽ എടുത്തിരിക്കുന്നത് T.S. Eliotൻ്റെ ജേർണി ഓഫ് ദ മജൈ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പോയത്തിൽ നിന്നാണ്. അതിൻ്റെ കൺക്ലൂഡിങ് ലൈൻസ് ആണിത്. ആ ലൈൻസാണ് നമ്മളുടെ ഒരു ടൈറ്റിലായിട്ട് ഈ നോവലിൻ്റെ ടൈറ്റിലായിട്ട് എടുത്തിരിക്കുന്നത്, നോ ലോങ്ങർ അറ്റ് ഈസ്. ദ നോവൽ ബിഗിൻസ് വിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഇഗ്ബോ ഒക്കെൻഹോ. And the novel begins with the trial of Obi Ogenho on the charge of accepting a bribe. Obi Ogenho അദ്ദേഹം ഒരു അഴിമതി കേസിൽ പിടിക്കപ്പെടുന്നു. ആ അഴിമതി സ്വീകരിച്ചതിലൂടെ അദ്ദേഹത്തിനെ ആ അഴിമതി കേസിൽപ്പെട്ട് വിചാരണയ്ക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. And it then gives the flashback and flash forward and describe how Obi ends on the trial. ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു അഴിമതിയിലേക്ക് എത്തിയതെന്നും അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും അതൊക്കെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അതേപോലെ ഫ്ലാഷ് ഫോർവേഡ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി Umuofia Progressive Union UPU, a group of Umuofia natives who have left for their village to live in major Nigerian cities, have taken up a collection to send Obi to England.
നമ്മൾ പറഞ്ഞു OB ഒഗൻഹോയെ ഇംഗ്ലണ്ടിലേക്ക് അവർ അയച്ചത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വന്ന് പഠനത്തിൽ കയറുക, നല്ല പഠനം, നല്ല വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷം നൈജീരിയൻ സിവിൽ സർവീസിലേക്ക് കയറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ പഠിക്കാൻ വേണ്ട ഫണ്ട് അയാൾക്ക് കിട്ടിയത് ഈ യൂണിയനാണ്, അതായത് ഉമോഫിയ പ്രോഗ്രസീവ് യൂണിയൻ UPU എന്ന യൂണിയൻ മെമ്പേഴ്സ് ഒരു കളക്ഷൻ നടത്തിയാണ്, പിരിവെടുത്തിട്ടാണ് ഇയാൾക്ക് പഠനത്തിന് വേണ്ടി, ഇംഗ്ലണ്ടിൽ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പൈസ സമ്പാദിക്കുന്നത്. ആ ഒരു കളക്ഷനാണ്. ഇതിൽ സാധാരണ ചോദിക്കാറുണ്ട് ആ സംഘടനയുടെ പേരെന്താണ്. ഉമോഫിയ പ്രോഗ്രസീവ് യൂണിയൻ അവിടുത്തെ വില്ലേജാണ്. ആ വില്ലേജിലെ ജനങ്ങൾ, ആ ആളുകൾ, ആ സംഘടന ദേ മേക്ക് എ കളക്ഷൻ. എന്തിനാണ്? ടു സെൻഡ് OB ടു ഇംഗ്ലണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് OB അയക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു സ്റ്റഡി ലോ ഇൻ ഹോപ്പിംഗ് ദാറ്റ് ഹി വിൽ റിട്ടേൺ ടു ഹെൽപ്പ് ഹിസ് പീപ്പിൾ by representing them in the colonial legal system, particularly with respect to land classes. അവർ ഇങ്ങനെ ഒരു പിരിവെടുത്തിട്ട് OBയെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നതിന് കാരണം OB തൻ്റെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് കൊളോണിയൽ ലീഗൽ സിസ്റ്റത്തിൽ വരുമെന്ന്, സിവിൽ സർവീസിൽ നമ്മൾ പറയും നൈജീരിയൻ സിവിൽ സർവീസിലേക്ക് ജോലി കിട്ടുമെന്നും തങ്ങളുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വരുമെന്നും അങ്ങനെ തങ്ങൾക്കൊരു സഹായകം ആകും എന്നുമാണ് ഈ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പിരിവെടുത്തിട്ട് ഇയാളെ ഇംഗ്ലണ്ടിലേക്ക് വിടുന്നത്. ബട്ട് OB ഡിസൈഡ്സ് ടു ബി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഹി മീറ്റ്സ് ക്ലാര ഒക്കെ എ സ്റ്റുഡൻറ് നേഴ്സ് ഡ്യൂറിങ് എ ഡാൻസ്. പക്ഷേ ഇംഗ്ലണ്ടിലെത്തുന്ന OB ആദ്യം കുറേയൊക്കെ അനുഭവിക്കേണ്ടതായിരുന്നു. അതായത് ആഫ്രിക്കൻ കൾച്ചറും വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രയാസം ഉണ്ടാകുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ തന്നെ പിന്നീട് അദ്ദേഹം അവിടെ തന്നെ തുടരുന്നു. അങ്ങനെ തുടരുന്ന അദ്ദേഹം ഒരു ഡാൻസ് പാർട്ടിയിൽ വെച്ച് ക്ലാര ഒക്കേക്ക എന്ന ഒരു സ്റ്റുഡൻറ് നേഴ്സിനെ കണ്ടുമുട്ടുന്നു. ആൻഡ് OB റിട്ടേൺസ് ടു നൈജീരിയ ആഫ്റ്റർ 4 years ഓഫ് സ്റ്റഡീസ് ആൻഡ് ലിവ്സ് ഇൻ ലോഗോസ് വിത്ത് ഹിസ് ഫ്രണ്ട് ജോസഫ്. അങ്ങനെ 4 വർഷം അവിടെ പഠിക്കുന്നു. ആ 4 വർഷത്തെ പഠനത്തിന് ശേഷം നൈജീരിയയിലേക്ക് OB തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് തൻ്റെ സുഹൃത്തായ ജോസഫിനോടൊപ്പം ലോഗോസ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഹി ടേക്സ് എ ജോബ് വിത്ത് ദ സ്കോളർഷിപ്പ് ബോർഡ് ആൻഡ് ഈസ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഓഫേർഡ് എ ബ്രൈബ് ബൈ എ മാൻ ഹൂ ഈസ് ട്രൈങ് ടു ഒബ്റ്റെയിൻ എ സ്കോളർഷിപ്പ് ഫോർ ഹിസ് sister. He takes a job with the scholarship board and is almost immediately offered a bribe by a man who is trying to obtain a scholarship for his sister. അദ്ദേഹം ആ സ്കോളർഷിപ്പ് ബോർഡിൽ ഒരു ജോലി സംഘടിപ്പിക്കുന്നു. അങ്ങനെ ആ സ്കോളർഷിപ്പ് ബോർഡിൽ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, തൻ്റെ സഹോദരിക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നു. ആൻഡ് വെൻ OB റിജക്ട്സ് ദ ഓഫർ, ദ ഗേൾ ഹെർസെൽഫ് വിസിറ്റഡ് ഹിം ആൻഡ് ഓഫർ സെക്ഷൽ ഫേവേഴ്സ് ഫോർ ദ സ്കോളർഷിപ്പ് വിച്ച് ഹി റിജക്ട്സ്. ഈ സമയത്ത് കൈക്കൂലി കൊടുക്കാമെന്ന് ആ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്ന സമയത്ത് അദ്ദേഹം നിരസിക്കുന്നു. അങ്ങനെ നിരസിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി തന്നെ നേരിട്ട് അദ്ദേഹത്തിനടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. വന്നിട്ട് പറയുന്നു, സെക്ഷൽ ഫേവേഴ്സ് ചെയ്തു തരാം, അതായത് ഈ ഒരു സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാം, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഫേവേഴ്സ് ചെയ്തു കൊടുക്കാം, അദ്ദേഹത്തോടൊപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാമെന്ന് പെൺകുട്ടി തന്നെ പറയുന്നു. ആ സ്കോളർഷിപ്പ് തരികയാണെങ്കിൽ അത് അദ്ദേഹം കർശനമായിട്ട് എതിർക്കുന്നു. ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം OB ഈസ് ഡെവലപ്പിംഗ് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ക്ലാര, who reveals that she is an Ozu, an outcast by her descent. That means OB cannot marry her under the traditional ways of the law, Igbos. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാര ഒക്കേക്ക എന്ന പെൺകുട്ടിയുമായിട്ട്, സ്റ്റുഡൻറ് നേഴ്സാണ്, അവളെ ആ ഒരു ഡാൻസ് പാർട്ടിയിൽ വെച്ച് കാണുന്നതാണ്. അവളുമായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻ OB തുടരുന്നു. അങ്ങനെ തുടരുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നു, ഞാൻ ഒസു ആണ്. ഒസു മീൻസ് ആൻ ഔട്ട്കാസ്റ്റ് ഫ്രം ഹർ ഡിസെൻറ്റ്, അതായത് തൻ്റെ കുലത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ OBക്ക് അവളെ ട്രഡീഷണലായ രീതിയിൽ കല്യാണം കഴിക്കാൻ കഴിയില്ല. ഇഗ്ബോസിൻ്റെ
ഇഗ്ബോസ് എന്ന വംശത്തിൻ്റെ ആ ഒരു പരമ്പരാഗതമായ രീതിയിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല, കാരണം അവർ ആ സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ആൻഡ് ഹി ഡിസൈഡ്സ് ടു മാരി ക്ലാര. പക്ഷേ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അവൾ ഒസുവാണ് എന്നറിഞ്ഞിട്ടും ഓബി പറയുന്നു അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു. ബട്ട് ഹിസ് ക്രിസ്ത്യൻ ഫാദർ ഒപ്പോസസ് ഡ്യൂ ടു ഹിസ് ഡിസയർ ടു പ്രോഗ്രസ് ആൻഡ് അവോയ്ഡ് ദി ഹീതൻ കസ്റ്റംസ് ഓഫ് പ്രീ കൊളോണിയൽ നൈജീരിയ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അതിനെ എതിർക്കുന്നു. പിതാവ് പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പഴഞ്ചൻ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. അതേപോലെ തന്നെ പ്രീ കൊളോണിയൽ നൈജീരിയയിൽ ഉള്ള ഈ കാടത്തപരമായിട്ടുള്ള അല്ലെങ്കിൽ പഴഞ്ചൻ രീതികളായിട്ടുള്ള ഈ ഒരു ആചാരങ്ങളെയൊക്കെ എതിർക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഇതിനെ എതിർക്കുന്നു. And his mother begs him on her deathbed not to marry Clara until after her death, threatening to kill herself if he disobeys her. ഇനി അമ്മ ഈ സമയത്ത് രോഗബാധിതയായി കിടക്കുകയാണ്. അപ്പോൾ അമ്മയോടും ഈ ക്ലാരയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അമ്മ അതിനെ കർശനമായിട്ട് എതിർക്കുന്നു. കാരണം അമ്മ പറയുന്നു, ഇഫ് യു മാരി ഹർ ഐ വിൽ കിൽ മൈസെൽഫ്. നീ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ സ്വയം മരിക്കും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ കല്യാണം നടക്കാത്ത രീതിയിലേക്ക് മാറ്റുന്നു. ആൻഡ് ക്ലാര ബ്രേക്സ് ദ എൻഗേജ്മെൻറ്റ് ആൻഡ് സേസ് ദാറ്റ് ഷീ ഈസ് പ്രഗ്നൻറ്റ്. ഓബി കാര്യങ്ങളൊക്കെ ക്ലാരയോട് പറയുന്നു. ഈ സമയത്ത് ക്ലാര അവനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുന്നു. പക്ഷേ ആ സമയത്ത് വെളിപ്പെടുത്തുന്നു ഷീ ഈസ് പ്രഗ്നൻറ്റ്, താൻ ഗർഭിണിയാണ് എന്നുള്ള സത്യം അവൾ വെളിപ്പെടുത്തുന്നു. ആൻഡ് ഓബി അറേഞ്ചസ് ആൻ അബോർഷൻ ആൻഡ് ക്ലാര റിലക്റ്റൻ്റ്ലി അണ്ടർഗോസ് ബട്ട് ഷീ സഫേഴ്സ് കോംപ്ലിക്കേഷൻസ് ആൻഡ് റെഫ്യൂസസ് ടു സീ ഓബി. അങ്ങനെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്ന ക്ലാര അറിയുന്നു താൻ ഗർഭിണിയാണെന്ന്. അത് ഓബിയോട് പറയുന്ന സമയത്ത് അയാളൊരു അബോർഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ആ അബോർഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവൾക്ക് നേരിടേണ്ടതായി വരുന്നു. അങ്ങനെ ഓബി അവൾ കാണാനായിട്ട് തയ്യാറാകുന്നില്ല. ആൻഡ് ഓബി ഡിസെൻസ് ഫർദർ ഇൻ ടു ഫിനാൻഷ്യൽ ട്രബിൾ ബിക്കോസ് ഓഫ് ഹിസ് ലാക്ക് ഓഫ് പ്ലാനിങ്, his need to repay his loan to the UPU to pay for the siblings' education and in part due to the cost of the illegal abortion. ഈ സമയത്ത് ഓബി സാമ്പത്തിക പ്രതിസന്ധിയിൽ വീഴുന്നു. കാരണം ഒരുപാട് കടങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിങ് ഇല്ല, കിട്ടുന്ന പൈസ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് he has to repay the loan of UPU. നമ്മൾ നേരത്തെ പറഞ്ഞു മോഫിയ പ്രോഗ്രസീവ് പീപ്പിൾ, അവർ ആ സംഘടന കളക്ഷൻ പിരിവെടുത്തിട്ടാണ് ഇദ്ദേഹത്തെ പഠിക്കാൻ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു പൈസ കൊടുത്തു തീർക്കണം. അതേപോലെ തന്നെ ടു പേ ഫോർ ഹിസ് സിബ്ലിങ്സ് എഡ്യൂക്കേഷൻ, തൻ്റെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ വേണം. അതേപോലെ തന്നെ he has to find the cost of the illegal abortion. ക്ലാരയ്ക്ക് വേണ്ടിയിട്ട് അബോർഷൻ നടത്തിയ ആ ഒരു പൈസയും സംഘടിപ്പിക്കണം. അപ്പോൾ ആ പല വഴിക്കുള്ള ചെലവുകൾ വന്നതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഓബി അകപ്പെടുന്നു. ആൻഡ് ഓബി ഹിയേഴ്സ് ഹിസ് മോംസ് ഡെത്ത് ആൻഡ് സിങ്സ് ഇൻ ടു ഡീപ്പ് ഡിപ്രഷൻ. ഇങ്ങനെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴാണ് ഓബി മനസ്സിലാക്കുന്നത് തൻ്റെ അമ്മ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു, വളരെ അഗാധമായിട്ടുള്ളൊരു വിഷാദത്തിലേക്ക് പോകുന്നു. ആൻഡ് ഹി ഡസ് നോട്ട് ഗോ ടു ഹോം ഫോർ ദ ഫ്യൂണറൽ, ബിലീവിങ് ദാറ്റ് ട്രാവൽ ഫണ്ട്സ് വുഡ് ബി ബെറ്റർ സെർവ്ഡ് ഇൻ ദ ഫ്യൂണറൽ ആൻഡ് ക്യാൻ യൂസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. അദ്ദേഹം ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് ആ ഒരു ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാം, അവിടം വരെ പോയി ആ ചിലവ് കുറച്ചിട്ട് അത് വീട്ടു ചിലവിന് വേണ്ടിയിട്ട് കുട്ടികളുടെ, അതായത് സഹോദരങ്ങളുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് താൻ അവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ആൻഡ് വെൻ ഹി റിക്കവേഴ്സ് ഹി ബിഗിൻസ് ടു ആക്സെപ്റ്റ് ബ്രൈബ്സ്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ
അദ്ദേഹം തീരുമാനിക്കുന്നു കൈക്കൂലി വാങ്ങാം. കാരണം വേറെ ഒരു നിവൃത്തിയില്ല. ആ ഒരു കടങ്ങളൊക്കെ വീട്ടണമെങ്കിൽ വേറെ പൈസയ്ക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് കൈക്കൂലി വാങ്ങാമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ദ നോവൽ എൻഡ്സ് വെൻ ഓബി ടേക്സ് എ ബ്രൈബ്. ഈ നോവൽ അവസാനിക്കുന്നത് ഓബി ഒരു അഴിമതി അല്ലെങ്കിൽ അങ്ങനെ അഴിമതിയായിട്ടുള്ള പണം സ്വീകരിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ ഹി വിൽ ടേക്ക്. ഇത് എൻ്റെ അവസാനത്തെ പൈസയാണ്. അതായത് ഈ പൈസയോടുകൂടി ഞാൻ ഈ അഴിമതി വാങ്ങുന്നത് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നത് നിർത്തും, ഇതെൻ്റെ അവസാനത്തേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വാങ്ങുന്നത്. അത് അതുപോലെ തന്നെ ഫലിക്കുകയും ചെയ്യുന്നു. ഹീ ഈസ് അറസ്റ്റഡ് ആൻഡ് കോസ് മോർ പ്രോബ്ലംസ്. അങ്ങനെ നമ്മൾ പറയാറുണ്ട് വാക്കറമ്പറ്റാണ്, അതേപോലെ തന്നെ ആയി പോകുന്നു. അവസാനത്തെ ഒരു കൈക്കൂലിയായി മാറുന്നു. ആ ഒരു കൈക്കൂലിയിൽ അദ്ദേഹം പിടിക്കപ്പെടുന്നു, അറസ്റ്റിലാകപ്പെടുന്നു. അങ്ങനെ അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഇതാണ് ഈ കഥ. ദെൻ ഇതിലെ മേജർ തീംസ് ക്ലാഷ് ബിറ്റ്വീൻ യൂറോപ്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷണൽ കൾച്ചർ. ഇതിലെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് യൂറോപ്യൻ കൾച്ചറും ട്രഡീഷണൽ കൾച്ചറും തമ്മിലുള്ള ആ ഒരു ക്ലാഷാണ്, സംഘർഷമാണ്. ഓബി നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ വെസ്റ്റേൺ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രയാസപ്പെടുന്നു. കാരണം അദ്ദേഹം ഒരു നൈജീരിയനാണ്, ആഫ്രിക്കക്കാരനാണ്. അപ്പോൾ ആ ആഫ്രിക്കൻ കൾച്ചറും നൈജീരിയൻ കൾച്ചർ അതും ആ ഒരു വെസ്റ്റേൺ ലൈഫും തമ്മിൽ പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാകുന്നു. അതേപോലെ തന്നെ ആ ട്രഡീഷണൽ ബിലീഫാണ് ഓസു എന്ന ക്ലാരയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ട്രഡീഷണൽ ബിലീഫ്. അവിടെയും അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ ഫാമിലി കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ഓബി ഒക്കൻഹോ in Things Fall Apart and his grandson Obi Owenho in No Longer at Ease. ഓഗ്ബഫി ഒവൻഹോ തിങ്സ് ഫോൾ അപ്പാർട്ടിലെ പ്രൊട്ടഗണിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ്സണാണ് ഓബി. ഈ ഓബിയും ഈ ഒരു ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ആ ഒരു കണ്ടിന്യൂറ്റി നമുക്കിതിൽ കാണാൻ സാധിക്കും. ആൻഡ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് ആക്ഷൻ ആൻഡ് വയലൻസ്, ബട്ട് ഓബി was a man of words and thoughts but without action. ഇവിടെ നമ്മളുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഹീസ് എ മാൻ ഓഫ് ആക്ഷൻ ആൻഡ് വയലൻസ്. എഡിപ്പിടിയെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ ഓബിയെ സംബന്ധിച്ചിടത്തോളം കുറേ വാക്കും പഴയ ചാക്കും എന്നുള്ള രീതിയിലുള്ള ആ ഒരു രീതിയാണ്. കുറേ വർത്തമാനം പറയും, ഭയങ്കര വലിയ ഐഡിയ ആയിരിക്കും, പക്ഷെ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത, ആ ഒരു ആക്ഷനിലേക്ക് വരാത്ത ഒരു മനുഷ്യൻ. ആ ഒരു ഡിഫറൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വാട്ട് ആർ ദി മേജർ തീംസ് ചോദിക്കാം. പിന്നീട് ദ റിലേഷൻ ബിറ്റ്വീൻ ഓബി ആൻഡ് ക്ലാര. പിന്നീട് ചോദിക്കാവുന്നത് ദ റിലേഷൻ അല്ലെങ്കിൽ ദ ക്ലാഷ് ബിറ്റ്വീൻ ആഫ്രിക്കൻ കൾച്ചർ ആൻഡ് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ. ആ ഒരു ക്ലാഷ് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓബി ഒക്കൻഹോ. ദീസ് ആർ ദ മെയിൻ പോയിൻറ്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.